നാത്തൂന്റെ വീടൊന്ന് കണ്ടാലോ. ഇപ്പൊ നമ്മളുള്ളത് ഹസ്ബൻഡിന്റെ മൂത്ത സിസ്റ്റർ വീട്ടിലാട്ടോ. സ്ഥലം വന്നിട്ട് വഴിക്കടവിലാണ്. നമ്മുടെ ഉമ്മ 2 ദിവസമായിട്ട് ഇവിടെ ഇരുന്നപ്പോ ഉമ്മാനെ കാണാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഉമ്മ ദാ ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ ഹസ്ബൻഡിന്റെ സിസ്റ്റർ വീടൊന്ന് കാണിച്ചു തരാം, അതായത് നമ്മുടെ നാത്തൂന്റെ വീടൊന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പൊ ഇതാണ് നമ്മളെ ഹാള് വന്നിട്ട്. അത്യാവശ്യം വലിയൊരു ഹാള് തന്നെയാണ് കേട്ടോ. പിന്നെ ഇവിടെ ഒരു വലിയൊരു സോഫ ഇട്ടിട്ടുണ്ട്, ഒരു വുഡിന്റെ ബെഞ്ച് ഇട്ടിട്ടുണ്ട്, പിന്നെ ചെറിയൊരു ടീപ്പോ ഇട്ടിട്ടുണ്ട് കേട്ടോ. വുഡിന്റെ ബെഞ്ച് 2 കിട്ടിയതുകൊണ്ടാണ് ഒന്ന് പുറത്തൊന്ന് അകത്ത് ഇട്ടിട്ടുള്ളത്. പിന്നെ പാർട്ടീഷൻ ഒന്നും ചെയ്യാത്തതുകൊണ്ട് തന്നെ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ഡൈനിങ് ഹാളിലോട്ടാണ് കയറി ചെല്ലുന്നുണ്ട്. പിന്നെ ഡൈനിങ് ടേബിൾ എന്ന് പറയുന്നത് ഒരു 8 പേർക്ക് ഇരിക്കാവുന്ന അത്യാവശ്യം വലിയൊരു ഡൈനിങ് ടേബിൾ തന്നെയാണ്. പിന്നെ അതിന്റെ നേരെ പുറകിലായിട്ടാണ് വാഷ് ബേസ് കൊടുത്തിട്ടുള്ളത്. വാഷ് ബേസ് നല്ല അടിപൊളിയായിട്ട് കാണാൻ. പിന്നെ നമ്മൾ കയറി വരുമ്പോൾ തന്നെ നമ്മുടെ റൈറ്റ് സൈഡിലായിട്ടാണ് ഒരു റൂം കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം വലിയ റൂം തന്നെയാണ്. പിന്നെ നമ്മുടെ വീട്ടിലെ പോലെ തന്നെ കുറച്ച് പണികളൊക്കെ തീരാനൊക്കെ ഉണ്ട് കേട്ടോ. ഇനി നമ്മൾ കയറി ചെല്ലാൻ പോകുന്നത് മാസ്റ്റർ ബെഡ്റൂമിലോട്ടാണ്. ഇതാണ് നമ്മുടെ വീട്ടിലെ ഏറ്റവും വലിയ ബെഡ്റൂം വന്നിട്ട് കേട്ടോ. നമ്മൾ കയറി വരുമ്പോൾ തന്നെ കാണാൻ പറ്റുന്നത് ബാത്റൂമാണ്. അത്യാവശ്യം വലിയ ബാത്റൂം തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ടൈലായാലും നല്ല ഭംഗിയുണ്ട് കേട്ടോ ബാത്റൂമിൽ കൊടുത്ത ടൈലായാലും കാണാൻ. പിന്നെ നമ്മളെ റൂം എന്ന് പറയുന്നത് നമ്മളെ വീട്ടിലെ പോലെ തന്നെ 2 കൂട്ടിയിടുന്ന കട്ടിലുണ്ടല്ലോ, വേണമെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് ആക്കാം അല്ലെങ്കിൽ കൂട്ടിയിടാം. അങ്ങനത്തെ കട്ടിൽ തന്നെയാണ് ഇവിടെയും കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് കോമൺ ആയിട്ടുള്ള ബാത്റൂം ആണ് കേട്ടോ. ടോട്ടൽ ആയിട്ട് 2 ബാത്റൂം ആണുള്ളത്. ഒന്ന് നമ്മൾ കണ്ട റൂമിലും അതുപോലെ തന്നെ ഹാളിലാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇതാണ് ഹാളിലെ ബാത്റൂം വന്നിട്ട്. അത്യാവശ്യം വലിയ ബാത്റൂം തന്നെയാണ്. 2ലും സെയിം ടൈൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇതാണ് നമ്മുടെ 3ാമത്തെ ബെഡ്റൂം വന്നിട്ട്. ടോട്ടൽ ആയിട്ട് 3 ബെഡ്റൂം ആണ് കേട്ടുള്ളത്. ഇത് ഇവർ പഠിക്കുന്നത് പിന്നെ നമ്മുടെ തയ്യൽ മെഷീൻ ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ വിട്ടിട്ടുള്ള റൂമാണ് കേട്ടോ. ഇനി ഇതിന് നേരെ ഓപ്പോസിറ്റ് കാണുന്നതാണ് കിച്ചൺ കേട്ടോ. കിച്ചണൊക്കെ നമുക്ക് വീഡിയോ എടുക്കാന്ന് പറഞ്ഞപ്പോൾ നല്ല അടിപൊളിയായിട്ട് റെഡിയാക്കി തന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മളെ വീട്ടിലെ പോലെ തന്നെ കുറച്ച് പണികളൊക്കെ ഇവിടെയും ഡോറും കാര്യങ്ങളൊക്കെ വെക്കാനുണ്ട് കേട്ടോ. അത്യാവശ്യം വലിയ കിച്ചൺ തന്നെയാണ്. കൂടുതൽ ടൈമും നമ്മൾ കിച്ചണിലാണല്ലോ ടൈം സ്പെൻഡ് ചെയ്യുക. അപ്പൊ നമ്മൾ അത്യാവശ്യം വലിയ കിച്ചൺ ഉണ്ടാക്കാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത് കേട്ടോ. പിന്നെ നമ്മൾ പുറത്ത് ഒരു ഷീറ്റ് ഒക്കെ ഇട്ടിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ വർക്ക് വരക്കുള്ള സ്പേസും കൂടി ഉണ്ട് കേട്ടോ. അപ്പൊ ഇതാണ് കിച്ചൺ. തന്നെ ഒരാൾ ഇവിടെ നല്ല കളിയാണ് കേട്ടോ. കാരണം ഒരു പൂച്ചക്കുട്ടിനെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇവന്റെ വിചാരം ഇത് കാത്തുമാണ് കേട്ടോ. എല്ലാ പൂച്ചകളും കാത്തുമാണ്. അപ്പൊ കാത്തു എന്ന് പറഞ്ഞുകൊണ്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇതാണ് നമ്മുടെ സ്റ്റെയറിന്ന് നോക്കുന്നുള്ള വ്യൂ ആണ് ഈ കാണുന്നത്. നല്ല ഭംഗിയാണ് കാണാൻ. അപ്പൊ നമ്മളിപ്പോ ടെറസിലാണ് ഉള്ളത്. ഇപ്പൊ ഈ ടൈമിലൊക്കെ ടെറസിലൊക്കെ നല്ല അടിപൊളി കാറ്റൊക്കെ ഉണ്ട്. അപ്പൊ ഇവിടെ ഒരു സംഭവം ഉണ്ട്. എന്താ നോക്കി, ആ കാണുന്നതാണ് നമ്മുടെ ചുരട്ടം. നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് അറിയില്ല. നമുക്ക് ഇവിടെ നിന്നാല് വണ്ടികളൊക്കെ പോകുന്നത് ഇവിടുന്ന് ശരിക്കും കാണാൻ പറ്റും. ഇതിന്റെ ബേക്കിലൊരു ഹൈലൈറ്റ് ഉണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നല്ല അടിപൊളി പുഴയുണ്ട് കേട്ടോ. ഇവിടെ നല്ല പുഞ്ഞപ്പുഴ ഇതാ ഈ ഭാഗത്ത് കൂടിയാണ് കേട്ടോ ഒഴുകുന്നത്. നല്ല വെള്ളത്തിന്റെ ശബ്ദമൊക്കെ നമുക്ക് ഇവിടെ നിന്നാൽ കേൾക്കാൻ പറ്റും. അപ്പൊ നമുക്ക് പുഴയിലോട്ടൊന്ന് പോയാലോ. ഇതാണ് നമുക്ക് ഇവിടെ വരാൻ ഏറ്റവും ഇഷ്ടമുള്ളത് കേട്ടോ. കാരണം നാത്തൂന്റെ വീടിന്റെ നേരെ പുറകിലായിട്ടുള്ളതാണ് പുന്നപ്പുഴ കേട്ടോ. ഇപ്പൊ വെള്ളമൊക്കെ കുറവാണ്, കാരണം വേനലൊക്കെ ആണല്ലോ, അതുകൊണ്ട് വെള്ളമൊക്കെ കുറവാട്ടോ. എന്നാലും ഇവർ ഇവിടെയൊക്കെയാണ് കുളിക്കാറുള്ളത് കേട്ടോ. അത്യാവശ്യം നമുക്ക് കുളിക്കാനും പിന്നെ അലക്കാനൊക്കെ ഉള്ള വെള്ളം ഉണ്ട് കേട്ടോ. അപ്പൊ എന്റെ മോക്കായാലും നമുക്കായാലും ഒക്കെ ഏറ്റവും ഇഷ്ടമുള്ളത് ഇവിടെ വരുന്നത് ഈ ഒരു പുഴയ്ക്ക് വേണ്ടിയാണ് കേട്ടോ. പുഴയിൽ വെള്ളമൊക്കെ കുറവാണ് വേനലൊക്കെ ആയാലും, പക്ഷെ അത്യാവശ്യം വെള്ളമൊക്കെ ഉണ്ട്. പുഴയിൽ ഇന്നൊരാൾ കുളിക്കാനും നിൽക്കുന്നുണ്ട്. അപ്പൊ കുറേ കാലമായിട്ട് ഫസ്റ്റ് ടൈമത്തെ കുളിയാണ്. അപ്പോൾ നമുക്ക് കുളിക്കണം കൂടി നോക്കാം. തെങ്ങൊക്കെ വന്നിട്ടുണ്ട്. അവളും കിട്ടിയതിനൊക്കെ കുളിക്കാനുള്ള തയ്യാറെടുപ്പിലാട്ടോ. അപ്പം നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട.